പാസ്പോർട്ടിൽ അടുത്തിടെ ചില മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ട് ഉള്ളവരും ഇതിന് അപേക്ഷിക്കുന്നവരും ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ടിൽ അടുത്തിടെ 4 മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുതിയ കളർ കോഡഡ് സിസ്റ്റം. വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകൾ നൽകുന്നതാണ് ഈ രീതി. സർക്കാർ ഉദ്യോഗസ്ഥന് വെള്ള, നയതന്ത്രജ്ഞന് ചുവപ്പ്, സാധാരണക്കാർക്ക് നീല എന്നീ നിറത്തിൽ ലഭിക്കും. പാസ്പോർട്ടുകൾക്കും പാസ്പോർട്ട് അപേക്ഷകൾക്കും ചില മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് ഉള്ളവരും ഇതിന് അപേക്ഷിക്കുന്നവരും ഈ മാറ്റങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് നോക്കാം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ വിദേശികൾക്ക് പ്രവേശനമില്ല. ഇത് ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും. എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലാണ് ഇത് സംബന്ധിച്ച് നടപ്പാക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ് ഇനി നിർബന്ധമാണ്. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് രേഖയായി നൽകണം. ഈ ജനന സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനോ ജനന മരണ രജിസ്ട്രാറോ അല്ലെങ്കിൽ 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള അതോറിറ്റിയോ നൽകണം. കൂടാതെ താമസവിലാസം, ഉടമയുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിനായി ഉടമയുടെ താമസവിലാസം ഇനി പാസ്പോർട്ടിൽ അച്ചടിക്കില്ല. സുരക്ഷയുടെ ഭാഗമായി ഉടമയുടെ മേൽവിലാസം ബാർകോഡിലാകും ഉൾപ്പെടുത്തുക. പ്രസക്തമായ വിവരങ്ങൾ അറിയാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇത് സ്കാൻ ചെയ്യാം. കൂടാതെ പാസ്പോർട്ടിൽ മാതാപിതാക്കളുടെ പേരുകൾ ഇനി നിർബന്ധമായിരിക്കില്ല. വ്യക്തികളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനും കുടുംബം ഉൾപ്പെട്ട പ്രശ്നങ്ങളിൽ പാസ്പോർട്ട് ഉടമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുമാണ് ഈയൊരു നടപടി. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. വാഹനപ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഒരു വാഹനമാണ് മാരുതി 800. സ്റ്റോക്ക് കണ്ടീഷനിലുള്ളതും രൂപമാറ്റം വരുത്തിയതുമായ ഒട്ടേറെ 800കൾ തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും കൊണ്ടു നടക്കുന്നത് ഈ ജനപ്രീതിയുടെ തെളിവ് കൂടിയാണ്. എന്നാൽ ഈ വാഹനത്തിന്റെ പിറവിയിലുണ്ടായിരുന്ന മാരുതി 800 താൽക്കാലിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇതിഹാസം എന്ന് തന്നെയാണ് 800നെ വിശേഷിപ്പിക്കാവുന്നത്. മാരുതിയുടെ ഈ കുഞ്ഞൻ ഹാച്ച്ബാക്കിന്റെ സ്ഥാനം ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും ഇന്നും വലുതാണ്. എന്നാൽ മാരുതി 800ന്റെ പിറവി ഉൾപ്പെടെ ഈ വാഹനത്തെ സംബന്ധിച്ച ചരിത്രപരമായ ചില കാര്യങ്ങൾ പലർക്കും അറിയണമെന്നില്ല. മാരുതി 800ന് തൽക്കാൽ എന്നൊരു വേരിയന്റ് ഉണ്ടായിരുന്നു. താങ്ങാവുന്ന വിലയിൽ സ്വന്തമാക്കാവുന്നതും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഇന്ത്യയിലെ ആദ്യ കാറായിരുന്നു മാരുതി 800. ഈ കാരണങ്ങളാൽ ജനപ്രീതി നേടിയെടുക്കാൻ 800ന് അധിക കാലം വേണ്ടി വന്നില്ല. ഉൽപാദനത്തെക്കാൾ കൂടുതലായിരുന്നു വാഹനത്തിന്റെ ഡിമാൻഡ്. ഇത് ഡെലിവറി സ്വീകരിക്കാൻ വലിയ കാത്തിരിപ്പാണ് 80കളിലും 90കളിലും ഉണ്ടായത്. ബുക്ക് ചെയ്ത ശേഷം 800 സ്വന്തമാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. കാത്തിരിപ്പ് നീണ്ടതോടെ കരിഞ്ചന്തകളിൽ മാരുതി 800ന്റെ ബുക്കിംഗ് വിൽക്കാനും ആരംഭിച്ചു. നേരത്തെ വാഹനം ബുക്ക് ചെയ്തവർ കൂടുതൽ പണം വാങ്ങി ബുക്കിംഗ് മറിച്ചു വിൽക്കുകയായിരുന്നു. തുടർന്നാണ് തൽക്കാൽ വേരിയന്റ് എന്ന ആശയം കമ്പനി ആവിഷ്കരിച്ചത്. 1989-90 കാലയളവിലായിരുന്നു ഈ വേരിയന്റ് വിപണിയിലുണ്ടായിരുന്നത്. ഹിന്ദിയിൽ ഉടൻ എന്ന അർത്ഥം വരുന്നതുകൊണ്ടാണ് തൽക്കാൽ എന്ന പേര് മാരുതി ഉപയോഗിച്ചത്. എന്നാൽ തൽക്കാൽ വേരിയന്റ് സ്വന്തമാക്കണമെങ്കിൽ സാധാരണ മോഡലിനേക്കാൾ അധിക തുക നൽകണമായിരുന്നു. അന്ന് ഏകദേശം 50,000 രൂപയോളമാണ് അധികമായി തൽക്കാലിന് നൽകേണ്ടി വന്നത്. മെക്കാനിക്കൽ ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് 800ൽ നിന്നും വ്യത്യാസങ്ങളൊന്നും തൽക്കാലിന് ഉണ്ടായിരുന്നുമില്ല. തുടക്കത്തിൽ തൽക്കാൽ വേരിയന്റ് സ്റ്റാൻഡേർഡ് മോഡലിൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. പിന്നീട് ഇത് ഡീലക്സ് മോഡലിലും ലഭ്യമാക്കി. ഡീലക്സ് വേരിയന്റിൽ AC ഉണ്ടായിരുന്നു എന്നത് അന്നത്തെ ഒരു സവിശേഷതയായിരുന്നു. തൽക്കാൽ വേരിയന്റ് തിരിച്ചറിയാൻ TK എന്ന സ്റ്റിക്കർ 800ന്റെ ബൂട്ടിൽ പതിച്ചു. 39.5 bhp പവറും 59 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 796cc F8B എഞ്ചിനായിരുന്നു വാഹനത്തിന്റെ കരുത്ത്. 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1983 പുറത്തിറങ്ങിയ മാരുതി 800 എന്ന മോഡൽ ആ കാലത്ത് SS80 എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 796cc 3 സിലിണ്ടർ കാർബുറേറ്റഡ് എഞ്ചിനായിരുന്നു ഈ വാഹനത്തിൽ നൽകിയത്. പിന്നീട് എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഒടുവിൽ 2014 നിർമ്മാണം അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ 796cc F8D എഞ്ചിനായിരുന്നു മാരുതി 800ന്റെ ഹൃദയം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ലോകത്തിലെ ഏറ്റവും മലിനമായ വായുവുള്ള 20 നഗരങ്ങളിൽ 13 ഇന്ത്യയിൽ തന്നെയാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. എന്നാൽ ഇതിൽ 1ാം സ്ഥാനത്ത് മേഘാലയയിലെ ബർണിഹാഡ് നഗരമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.
ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി ഡൽഹി തുടരുകയുമാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ വായു ബർണിഹാട്ടിലേതാണെന്നാണ് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQAIRന്റെ 2024 ലോകവായു ഗുണനിലവാര റിപ്പോർട്ടിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി ഡൽഹി തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെ മലിനമായ രാജ്യങ്ങളുടെ 2024 പട്ടികയിൽ ഇന്ത്യ 5-ാമതാണ്. 2023 ഇത് 3-ാം സ്ഥാനമായിരുന്നു. ഇന്ത്യ 2 സ്ഥാനം മെച്ചപ്പെടുത്തിയെങ്കിലും ബർണിഹാട്ടിൽ സ്ഥിതി ഗുരുതരമാണ്. അസം മേഘാലയ അതിർത്തിയിലാണ് വ്യാവസായിക നഗരമായ ബർണിഹാട് സ്ഥിതി ചെയ്യുന്നത്. ഡിസ്റ്റിലറികൾ, ഇരുമ്പ്, സ്റ്റീൽ പ്ലാന്റുകൾ, സിമന്റ് ഫാക്ടറികൾ, ബീവറേജ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിങ്ങനെ ഒട്ടേറെ വ്യവസായ കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. ഏകദേശം 49.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൻതോതിൽ അന്തരീക്ഷത്തിലേക്ക് പദാർത്ഥ കണികകൾ പുറന്തള്ളുന്ന 41 ഫാക്ടറികളാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. അസമിലെ ഗുവാഹത്തി നഗരത്തിലുള്ള ഇഷ്ടിക ചൂളകളും വ്യവസായ യൂണിറ്റുകളും ബർണിഹാടിന് സമീപമാണുള്ളത്. മലിനീകരണ നിയന്ത്രണ അതോറിറ്റിയുടെ അഭാവവും അധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഏറെക്കാലമായി പ്രദേശത്ത് തുടരുന്ന മലിനീകരണ തോത് തിരിച്ചറിയാൻ വൈകിയത്. ബർണിഹാട് നഗരത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് പ്രധാന മലിനീകരണ നിയന്ത്രണ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അതിർത്തികളിലൂടെയുള്ള ചരക്ക് വാഹനങ്ങളുടെ സഞ്ചാരവും മലിനീകരണം വർദ്ധിപ്പിക്കുന്നു. വഷളായിക്കൊണ്ടിരിക്കുന്ന മലിനീകരണ തോത് സംബന്ധിച്ച് വിദഗ്ധർ തുടർച്ചയായ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മലിനീകരണ നിയന്ത്രണ അതോറിറ്റി സ്ഥാപിക്കണം എന്നതടക്കമുള്ള ശുപാർശകളും ഇവർ മുന്നോട്ട് വച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. പ്രമേഹ രോഗികൾക്ക് ആശ്വസിക്കാം. 60 രൂപയുടെ മരുന്ന് ഇനി 6 രൂപയ്ക്ക് ലഭ്യമാകും. ജർമ്മൻ മരുന്ന് കമ്പനിയായ ബറിംഗർ ഇംഗൽഹൈം വികസിപ്പിച്ച എംപാഗ്ലിഫോസിൻ എന്ന മരുന്നാണ് വിലക്കുറവിൽ ലഭിക്കുക. ജർമ്മൻ മരുന്ന് കമ്പനിയായ ബറിംഗർ ഇംഗൽഹൈം വികസിപ്പിച്ച എംപാഗ്ലിഫോസിൻ എന്ന മരുന്നാണ് വിപണിയിലേക്ക് വിലക്കുറവിലെത്തുന്നത്. എംപാഗ്ലിഫോസിന്റെ മേലുള്ള പേറ്റന്റിന്റെ കാലാവധി മാർച്ച് 11 അവസാനിച്ചിരുന്നു. ഇതോടെ മരുന്നിന്റെ ജനറിക് പതിപ്പ് വിപണിയിലെത്തി തുടങ്ങി. ഇന്ത്യൻ ഔഷധ വിപണിയിലെ വമ്പന്മാരായ മാൻകൈൻ ഫാർമ, ലൂപിൻ, ആൽക്കിം ലബോറട്ടറീസ്, ഗ്രെൻമാർക്ക് തുടങ്ങിയ കമ്പനികളാണ് എംപാഗ്ലിഫോസിന്റെ ജനറിക് പതിപ്പ് വിപണിയിലെത്തിക്കുന്നത്. എംപാഗ്ലിഫോസിന്റെ 10 മില്ലിഗ്രാമിന്റെ ഒരു ടാബ്ലറ്റിന് മുൻപ് ഇന്ത്യയിൽ 60 രൂപയോളമായിരുന്നു വില. പേറ്റന്റ് അവസാനിച്ചതോടെ ഇത് 6 രൂപയിൽ താഴെ ലഭിക്കാനുള്ള വഴിയാണ് തുറന്നുകിട്ടിയത്. ഇതിന്റെ 25 മില്ലിഗ്രാം ടാബ്ലറ്റിന് 10 രൂപയോളം മാത്രമാണ് പുതിയ വില. മുൻപ് മരുന്നിന് നൽകേണ്ടി വന്നിരുന്ന തുകയുടെ 10-1 വില കുറയുമെന്ന് സാരം. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിലെ അപാകത മൂലമുണ്ടാകുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്കാണ് ഈ മരുന്ന് നൽകുന്നത്. വൃക്കയിൽ നിന്ന് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ പുനരാകിരണം തടയുന്ന മരുന്നാണ് എംപാഗ്ലിഫോസിൻ. സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ 2 ഇൻഹിബിറ്റർ വിഭാഗത്തിൽ വരുന്ന മരുന്നാണ് എംപാഗ്ലിഫോസിൻ. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില ക്രമാതീതമായി ഉയരുന്നത് മരുന്ന് തടയുന്നു. മൂത്രത്തിലൂടെ അധികമായി വരുന്ന ഗ്ലൂക്കോസ് പുറന്തള്ളാൻ ഇത് സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല, പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം, വൃക്ക തകരാർ തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടാകുന്നത് പ്രതിരോധിക്കാനും ഈ മരുന്ന് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ കുറച്ച് ദിവസങ്ങളെങ്കിലും എടുക്കും. എന്നാൽ 4 മണിക്കൂറിനുള്ളിൽ മുറിവുണങ്ങിയാലോ? 90% മുറിവും ഇത്തരത്തിൽ ഉണക്കാമെന്നും 24 മണിക്കൂറിൽ പൂർണ്ണമായും പരിക്ക് സുഖപ്പെടുത്താമെന്നും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. സ്വയം മുറിവുണക്കാൻ മനുഷ്യചർമ്മത്തിനുള്ള ശേഷിക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ഹൈഡ്രോജലാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത്. 4 മണിക്കൂറിനുള്ളിൽ മുറിവിന്റെ 90%-ത്തോളവും 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ ഈ നൂതന പദാർത്ഥത്തിന് സാധിക്കും. പരിക്കുകളുടെ പരിചരണം, റീജനറേറ്റീവ് മെഡിസിൻ, കൃത്രിമ ചർമ്മ സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഈ ഹൈഡ്രോജൽ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഫിൻലൻഡിലെ ആൾട്ടോ യൂണിവേഴ്സിറ്റിയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് ബൈറൂത്തിലെയും ഗവേഷകരടങ്ങുന്ന സംയുക്ത സംഘമാണ് ഹൈഡ്രോജൽ വികസിപ്പിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളിൽ ജെല്ലുകൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ടെങ്കിലും സങ്കീർണമായ പ്രത്യേകതകളുള്ള മനുഷ്യന്റെ ത്വക്കിന് സമാനമായ ഒരു പദാർത്ഥം നിർമ്മിക്കുന്നത് ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. അയവുള്ളതും ദൃഢതയുള്ളതും സ്വയം സുഖപ്പെടാനുമുള്ള ശേഷിയുമുള്ളതാണ് മനുഷ്യചർമ്മം. വഴക്കമുള്ളതും അതേസമയം സ്വയം സുഖപ്പെടാൻ പ്രാപ്തിയുമുള്ള ഒരു പദാർത്ഥം വികസിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ. നേച്ചർ മെറ്റീരിയൽസ് ജേണലിലാണ് ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
നാനോ പ്ലാസ്റ്റിക് ആണ് ഹൈഡ്രോജൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം. വൂണ്ട് ഹീലിംഗ്, ഡ്രഗ് ഡെലിവറി, സോഫ്റ്റ് റോബോട്ടിക്സ്, പ്രോസ്തെറ്റിക്സ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ ജെൽ സുപ്രധാന ചുവടുവയ്പ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വേഗത്തിലും ഫലപ്രദമായും സുഖപ്പെടുത്താനുള്ള ഈ പദാർത്ഥത്തിന്റെ കഴിവ് പൊള്ളലേറ്റവർക്കും ശസ്ത്രക്രിയാ രോഗികൾക്കും ഉണങ്ങാൻ താമസം നേരിടുന്ന മുറിവുകൾ ഉള്ളവർക്കും ത്വരിതഗതിയിലുള്ള സുഖപ്രാപ്തി നൽകാൻ ശേഷിയുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.